ഇത് പത്തനാപുരം. ആനകൾക്ക് പരിശീലനം നൽകിയിരുന്ന പ്രാദേശിക ക്യാമ്പുകളുടെ പശ്ചാത്തലത്തിൽ പത്താനപുരമെന്നും അതിമനോഹരവും വാസ്തുശില്പ ചാതുരിയുമാർന്ന പൗരാണിക ഭവനങ്ങളുടെ സാന്നിധ്യത്താൽ പത്തനപുരമെന്നും ചരിത്രത്തിന്റെ ഭൂതകാല പഴമയിൽ പേരുപതിഞ്ഞ പ്രദേശം. സിന്ധു നദീതട സംസ്കാരത്തിനു മുൻപ് ജനവാസമുണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന സാമൂഹ്യ സാംസ്കാരിക ചരിത്ര ഭൂമിക. തിരുവിതാംകൂറിന്റെ പ്രൗഢവും പ്രാചീനവുമായ വ്യാപാര താവളം. കാലങ്ങളേറെ കഴിഞ്ഞിട്ടും കാടും പുഴകളും കാർഷിക നിലങ്ങളും കൊണ്ട് ഹരിതസമൃദ്ധമായ മലയോര ദേശത്തിന് ഇല്ലായ്മകളേറെയായിരുന്നു. സഞ്ചാര സൗകര്യങ്ങൾ, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, വൈദ്യുതി, കുടിനീർ വിതരണം തുടങ്ങി അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ പലതും അന്യമായിരുന്ന ജനവാസ കേന്ദ്രങ്ങൾ. എന്നിട്ടും വികസനത്തിന്റെയും പുരോഗതിയുടെയും വർണ്ണസ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പ്രത്യാശാഭരിതമായ ഭാവി കാലത്തിനായി അവർ കാത്തിരുന്നു. അവരുടെ മനസ്സ് നിറയെ വരും തലമുറകൾക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളായിരുന്നു. പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകണം, വിദ്യാലയങ്ങളുടെ നവീകരണം ഉണ്ടാകണം, മണ്ണെണ്ണ വിളക്കിന്റെ മുനിഞ്ഞു കത്തുന്ന വെട്ടത്തിലിരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വൈദ്യുതിയുടെ വിസ്മയ പ്രകാശത്തിലേക്ക് മിഴി തുറക്കണം, നല്ല റോഡുകൾ ഉണ്ടാവണം, യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകണം, പുഴകൾക്ക് കുറുകെ പാലങ്ങൾ ഉണ്ടാകണം, കിട്ടാക്കനിയായ കുടിവെള്ളം വീട്ടുപടിക്കലെത്തണം. അതിരുകളില്ലാത്ത ജീവിത സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരുന്ന തലമുറകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അസ്ഥാനത്തായില്ല. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നത് പറഞ്ഞു പതിഞ്ഞൊരു ചൊല്ല് മാത്രമല്ല പത്തനാപുരത്തിൽ. അത് കൺമുന്നിൽ കണ്ട ചരിത്ര സത്യമെന്ന് പത്തനാപുരത്തെ ജനങ്ങൾ ഹൃദയസാക്ഷ്യം പറയുന്നു. 23 വർഷങ്ങൾക്ക് മുൻപൊരു സുദിനത്തിൽ ഈ നാടിന്റെ ഹൃദയരേഖയിലൂടെ കരം വീശി കടന്നു വന്നൊരു ചെറുപ്പക്കാരൻ പത്തനാപുരത്തിന്റെ ചരിത്രം തിരുത്തി എഴുതി. ശ്രീ KB ഗണേഷ് കുമാർ MLA. പ്രശസ്തനായ ചലച്ചിത്ര നടൻ, കലാകാരൻ എന്നീ നിലകളിൽ നാടറിഞ്ഞ ആ ചെറുപ്പക്കാരൻ പത്തനാപുരത്തിന്റെ അജയ്യനായ ജനനായകനായി മാറിയതിനു പിന്നിൽ സമാനതകളില്ലാത്ത വികസന ജൈത്രയാത്രയുടെ സുവർണ ചരിത്രമുണ്ട്. വൈദ്യുതിയില്ലാത്ത മലയോര ഗ്രാമങ്ങളിലെല്ലാം വൈദ്യുതി, കുടിനീരില്ലാത്ത കുന്നുകൾക്ക് മുകളിൽ പോലും പൈപ്പിൽ വെള്ളമെത്തിക്കുന്ന ബൃഹത്തായ ശുദ്ധജല വിതരണ പദ്ധതികൾ, നവീന നിലവാരത്തിലുള്ള റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ, കല്ലടയാറിന് കുറുകെ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ 7 വൻ പാലങ്ങൾ, അതിമനോഹരമായ ബഹുദിന മന്ദിരങ്ങളുടെയും ആധുനിക പഠന സൗകര്യങ്ങളുടെയും വർണ്ണപ്പൊലിമ ചൂടിയ പൊതുവിദ്യാലയങ്ങൾ. ശ്രീ KB ഗണേഷ് കുമാർ എന്ന ജനനായകന്റെ ഇച്ഛാശക്തിയുടെയും ഭാവനാസമ്പന്നമായ കർമ്മശേഷിയുടെയും കയ്യൊപ്പുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന വിസ്മയങ്ങളുടെ പുണ്യഭൂമിയാണ് ഇന്ന് പത്തനാപുരം. അവയിൽ നിന്നും ആരോഗ്യ മേഖലയിലെ അനിതരസാധാരണമായ പുരോഗതിയുടെ ദൃശ്യാവിഷ്കാരം മാത്രമാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ പ്രകാശിതമാക്കുന്നത്. രീതിയിലാണ് പട്ടാഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിന് പുറകിലായിട്ടാണ് പഴയ ആശുപത്രി നിലനിന്നിരുന്നത്. അന്നൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ ഓർമ്മയുണ്ട്, ഒരുപാട് ഭയങ്കര രീതിയിലേക്ക് ജനസഞ്ചയം, നല്ല രീതിയിലേക്ക് തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ആ തിരക്കിനനുസരിച്ചുള്ളൊരു സൗകര്യങ്ങൾ അന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. പലപ്പോഴും വരാന്തകളിലൊക്കെയാണ് രോഗികളെല്ലാവരും ഇരിക്കുന്നത് തന്നെ. ഒരു 2 റൂമിലായിട്ട് ഡോക്ടർമാരെ കാണാൻ തന്നെ വലിയ രീതിയിലേക്ക് തിരക്കും, അതിനുശേഷം മരുന്ന് വാങ്ങിക്കുവാൻ വേണ്ടി വലിയ തിരക്കും. ഒരു പനിയായിട്ട് വന്നാൽ തന്നെ ഒരു ദിവസം മൊത്തം നമുക്ക് ഈ ഹോസ്പിറ്റലായിട്ട് തന്നെ ചെലവഴിക്കേണ്ട സാഹചര്യമായിരുന്നു. ബഹുമാനപ്പെട്ട പത്തനാപുരം MLA KB ഗണേഷ് കുമാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏകദേശം 1.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ ബഹുനില മന്ദിരം പട്ടാഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്.
ഒന്നാമതായി പറയേണ്ടത് നല്ല വൃത്തിയോടെയാണ് ഈ ആശുപത്രിയാകെ നോക്കി കാണുന്നത്. അതേപോലെ തന്നെ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും മറ്റു സേവനവും വലിയ രീതിയിലേക്ക് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന നിലയിലേക്ക് മികച്ച പ്രവർത്തനമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പട്ടാടിയിൽ ഇപ്പം ഉള്ളത്. നമ്മൾ ഒ പിയിൽ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം, പണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒ പിയിൽ നമുക്ക് അവിടെ ഒരുപാട് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒ പിയിലുണ്ട്. പിന്നെ തിരിച്ച് വരുവാണെങ്കിൽ ഫാർമസിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാർമസിയിൽ തന്നെ അവിടെ ഇരിക്കാൻ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ നിന്ന് ആൾക്കാർ മടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പണ്ട് കാലത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ ഇരിക്കാനുള്ള സൗകര്യവും അതുമെല്ലാം ആയിട്ടുണ്ട്. ഇപ്പം ലാബായിട്ടുണ്ട്. നേരത്തെ ലാബ് സൗകര്യം ഇല്ലായിരുന്നു ഈ പഴയ ബിൽഡിങ്ങിൽ, ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ഇപ്പം ലാബ് സൗകര്യമുണ്ട്. ലാബിലുള്ള എല്ലാ ടെസ്റ്റിനും കാര്യങ്ങൾക്കും എല്ലാം ഒരു സാധാരണക്കാർക്ക് എല്ലാം പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ലാബിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. വെളിയിൽ പോയി നല്ല രീതിയിൽ പൈസ ആവുന്ന സാധനങ്ങൾ പോലും ലാബിൽ നമ്മൾ കുറഞ്ഞ ചെലവിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ് പൊതുജനങ്ങൾക്കായാലും. ഞാൻ ഇവിടെ താമസമായിട്ട് 21 വർഷമായി. അന്ന് മുതൽ എനിക്ക് പട്ടാഴി ഹോസ്പിറ്റലുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ മോളുടെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് മുതലേ എനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും നല്ല പരിചയമാണ്. കെട്ടിടമായാലും ഇവിടുത്തെ അന്തരീക്ഷമായാലും എല്ലാം നല്ല പരിചയമുള്ള ആളാണ്. അന്ന് പുതിയ കെട്ടിടങ്ങളാണെങ്കിൽ ഗണേഷ് കുമാർ സാർ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് പണിഞ്ഞ പുതിയ കെട്ടിടമാണ്. ആ കെട്ടിടം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഡോക്ടേഴ്സ് നല്ല രീതിയിലാണ്. അവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ അതും നല്ലതാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കുമായ പ്രത്യേക പരിഗണനയുണ്ട് ഇവിടെ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസം കുത്തിവയ്പ്പും ഗർഭിണികൾക്കുള്ള പരിഗണന എല്ലാം ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഇവിടുത്തെ സ്റ്റാഫുകളെ എപ്പോൾ വിളിച്ചാലും അവർ നല്ല മറുപടിയാണ് നമ്മളോട് പറയുന്നത്. എക്സ്റേയുടെ ഒരു സൗകര്യം വരുന്നുണ്ട്. ഇവിടെ നല്ല ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ റൂമുണ്ട്. എല്ലാം പറഞ്ഞില്ലേ, ഒരുവിധപ്പെട്ട ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഇതാണ് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ഇതിലുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടെ സ്ഥിരതാമസക്കാരിയാണ്. മാലൂർ പ്രദേശത്ത് തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മുടെ ഈ PHC ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ PHC ഇവിടെ തുടങ്ങിയതിന് ശേഷം വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതുപോലെ ലബോറട്ടറി സൗകര്യങ്ങൾ, അതുപോലെ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുന്ന പേഷ്യൻസിന് ഇരിക്കുവാനും അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിൽക്കുവാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. മാത്രമല്ല ശുചിത്വമുള്ള ചുറ്റുപാട്, വൃത്തിയുള്ള, മാത്രമല്ല സ്റ്റാഫിൻ്റെ ഇടപെടൽ, ഡോക്ടറായിക്കോട്ടെ, JHIമാരായിക്കോട്ടെ, HI ആയിക്കോട്ടെ, അതുപോലെ നേഴ്സായാലും ആരാണെങ്കിലും JPHM എല്ലാവരും നല്ല ഇടപെടലാണ് വരുന്ന ആൾക്കാരോടും. അതുപോലെ ഫാർമസിയിൽ മതിയായ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും ലഭ്യമാണ്. ഞാനിവിടെ 2014 ഇവിടെ താമസത്തിന് വന്നത്. അന്ന് മുതൽ നമ്മളെ വേണ്ടുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ ഹോസ്പിറ്റലിൽ, ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ ഈ ഹോസ്പിറ്റലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയതിനെക്കാട്ടിലൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റലിൽ വന്ന ഹോസ്പിറ്റലാണ് എന്നൊരു തോന്നലുണ്ടാവത്തില്ല. പഴയതിനെക്കാട്ടി ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ലാബ് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഡോക്ടറുടെ സേവനങ്ങൾ, ഒരാളില്ലെങ്കിൽ ഒരാളുണ്ട്. എന്നും ഡോക്ടേഴ്സ് ഉണ്ട്. ഞാനിവിടെ പ്രമേഹ രോഗിയാണ്. മാസം തോറും വന്ന് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്. എല്ലാ ടെസ്റ്റുകളും ഇവിടെ ചെയ്യാൻ കഴിയുന്നുണ്ട്. മറ്റേ ഞങ്ങൾക്ക് പത്തനാപുരം അടുത്ത ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ടെസ്റ്റുകൾക്കൊക്കെ. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ സാധിക്കുന്നത് വളരെ ഉപകാരമാണ്.
പിന്നെ അതുപോലെ തന്നെ ആശുപത്രി നല്ല സൗകര്യങ്ങളോടെ ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ച് നല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന പ്രതീതിയാണ് ഇവിടെ വന്നാൽ ഉണ്ടാവുക. ഇതിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളുടെ നാട്ടുകാർ വളരെയധികം സംതൃപ്തരാണ്. ഈ ആശുപത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ നേരത്തെ പഴകിയ കെട്ടിടത്തിലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ജീർണാവസ്ഥയൊക്കെ മാറ്റി നല്ല പുതിയൊരു കെട്ടിടം MLA മുഖാന്തരമായി 1,75,00,000 ലക്ഷം രൂപ ഇത് നല്ലൊരു കെട്ടിടം, ആശുപത്രി കെട്ടിടം ഞങ്ങൾക്ക് കിട്ടി. അത് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നു. വളരെ അതുപോലെ സ്റ്റാഫുകളൊക്കെ ഇവിടുത്തെ ജോലികൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. MLA ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് 108 ആംബുലൻസ് ഇവിടെ ഒരുക്കി തന്നു. നേരത്തെ ഈ ആശുപത്രിയിൽ നിന്നും ഇപ്പം കൂടുതലും വികസനങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ ഏത് കാര്യങ്ങൾക്ക് വന്നാലും നല്ല ഡോക്ടേഴ്സുമാരാ. 2 ഡോക്ടേഴ്സുമാരുണ്ട്. അസുഖമായിട്ട് വന്നു കഴിഞ്ഞാലെ കൊണ്ട് ഡോക്ടേഴ്സുമാർ നല്ല രീതിക്ക് പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയും ഇതുമൊക്കെ ഉള്ള എല്ലാ ഡോക്ടേഴ്സുമാരും നല്ലതുപോലെ നോക്കുന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ അസുഖങ്ങൾ വന്നാൽ ഈ ആശുപത്രിയിലാണ് വരുന്നതും ചികിത്സ നേടുന്നതും ഈ ആശുപത്രി. കെട്ടിടത്തിലായിരുന്നു നേരത്തെ ഈ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവിടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. അന്നാണെങ്കിൽ ടോക്കൺ സംവിധാനമില്ലായിരുന്നു. അന്ന് എല്ലാവരും വന്നിട്ട് ക്യൂ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ ടോക്കൺ സംവിധാനം വരുന്ന പേഷ്യൻറ്റിന് ആദ്യം വരുന്ന ക്രമം അനുസരിച്ച് ടോക്കൺ എടുത്തുകൊണ്ട്
അവർക്ക് മാറി ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അന്ന് എല്ലാ പേഷ്യൻറ്റും വന്നാൽ അവർക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളൊന്നും പഴയ കെട്ടിടത്തിലില്ലായിരുന്നു. ഇപ്പോഴതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഇരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോക്ടറുടെ സേവനം മാത്രമായിരുന്നു ലഭ്യമായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിട്ട് ഇപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ലബോറട്ടറി സംവിധാനം നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ ലബോറട്ടറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ടെസ്റ്റുകളും ഇവിടെ ഉണ്ട്. അത് പിന്നെ പുറത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ടെസ്റ്റിന് എഴുതി തരികയായിരുന്നെങ്കിൽ പത്തനാപുരം അതുപോലെ കൊട്ടാരക്കരയൊക്കെ പോയി വേണമായിരുന്നു ടെസ്റ്റുകൾ നടത്തുവാനായിട്ട്. ഇപ്പോഴിവിടെ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. പുറത്ത് പോയി 1000 രൂപയുടെ ടെസ്റ്റ് വരെ ആണ് ഇതിന് ചിലവ് വരുന്നിരുന്നത്. എന്നാൽ ഇവിടെ 400 രൂപയ്ക്ക് ഇവിടെ ഈ ടെസ്റ്റുകളെല്ലാം ഇവിടെ ചെയ്തു തരുന്നുണ്ട്. ഈ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് ഈ ഒരു ആശുപത്രി വളരെ ഒരു ഉപകാരപ്രദമാണ്. ഇത് വെളക്കുടി പഞ്ചായത്തിൻ്റെ വെളക്കുടി നിവാസികളുടെ സർക്കാർ ആശുപത്രിയാണ്. ഞങ്ങളുടെ MLA ശ്രീ KB ഗണേഷ് കുമാർ ഇവിടെ അദ്ദേഹത്തിൻ്റെ വികസനങ്ങളിൽ ആരോഗ്യ മേഖലയിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന വികസനങ്ങളാണ് ഈ മണ്ഡലത്തിലും ഈ പഞ്ചായത്തിലും നടപ്പാക്കി വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിലെ എല്ലാവർക്കും തന്നെ നമ്മുടെ ഈ ആശുപത്രി കൊണ്ടാണ് ചികിത്സിച്ച് പോരുന്നത്. അന്ന് നമുക്ക് കൂട്ടം കൂടി ജനങ്ങൾ തിക്കി തിരക്കിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വളരെയധികം ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള ഒരു ആശുപത്രി ചെന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത്. കാര്യം ഇവിടെ വരുന്ന ഒരു രോഗിക്ക് പോലും നമുക്ക് അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം തന്നെ ആണെങ്കിൽ OP ടിക്കറ്റ് എടുക്കുന്ന അവസരത്തിൽ ഓൺലൈൻ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ 2 പേര് യഥാസമയം മിക്കവാറും ഒക്കെ കാണാറുണ്ട്. ചിത്രീകരിക്കുകയും ചെയ്തു. നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മുടെ ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഡോക്ടറിൽ നിന്നും മറ്റ് സ്റ്റാഫുകളിൽ നിന്നും.
സാറിൻ്റെ MLA ഫണ്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഈ ഹോസ്പിറ്റൽ വന്നതിൽ പിന്നെ ഈ പ്രദേശവാസികൾക്കും കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും നല്ല ഉപകാരപ്രദമുള്ളൊരു ഹോസ്പിറ്റലാണ്. പിന്നെ ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞാൽ നല്ല വൃത്തിയും സ്റ്റാഫുകളെല്ലാം നല്ല സഹകരണമുള്ളവരാണ്. പിന്നെ ഡോക്ടർമാർ സമയത്തിന് വരുന്നുണ്ട്. 3 ഡോക്ടർമാരുണ്ട് ഇപ്പം. അവർ സമയത്തിന് വരുന്നുണ്ട്. മരുന്നുകളെല്ലാം ആവശ്യത്തിനുണ്ട്. പിന്നെ സഹകരണം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളെല്ലാം നമുക്ക് നല്ല സഹകരണം സ്ഥാപിച്ച് ഇവിടുത്തെ പ്രവർത്തനം വളരെ ഗുണകരമായി നടക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും വളരെ അനുഗ്രഹമായിരിക്കുന്നു. വന്നതുകൊണ്ട് പൊതുജനങ്ങൾക്കൊക്കെയും വളരെ നേരത്തെ ഹോസ്പിറ്റലിന് അവിടെ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം MLAയുടെ വകയായ 1 കോടി രൂപയ്ക്ക് ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് സ്ഥാപിക്കുകയും അതിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. നേരത്തെ OP എടുക്കുന്നതിനും മറ്റും വലിയ താമസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് നല്ല ഒരു സൗകര്യമുണ്ട്. പിന്നെ പുതുതായിട്ട് ലാബ് വന്നിട്ടുണ്ട്. ഇപ്പം രോഗികൾക്ക് നല്ല സൗകര്യമായിട്ട് വന്ന് ഡോക്ടറെ കാണാനും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനും ഇവിടുത്തെ ഒരു പേഷ്യൻ്റാണ്. പത്തനാപുരത്തെ ആരോഗ്യരംഗം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പത്തനാപുരത്തെ ആരോഗ്യരംഗത്ത് പ്രകടമായ വ്യത്യാസമുണ്ടാക്കാനുള്ള പരിശ്രമം വലിയ വിജയം കൈവരിച്ചു. ആദ്യം പട്ടാഴി വടക്കേക്കരയിലും, പിന്നീട് പട്ടാഴിയിലും, പിന്നെ വില്ലൂരും, വിളക്കുടി, പിറവന്തൂർ, പത്തനാപുരം, മാങ്കോട്, എല്ലാ സ്ഥലത്തും, തലയൂര്, എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കോടിക്കണക്കിന് രൂപ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ എവിടെയും കാണാത്ത സൗകര്യം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സാധാരണക്കാരായ ജനങ്ങളെത്തുമ്പോൾ അവർക്കെല്ലാം ആധുനിക സൗകര്യങ്ങൾ നൽകുന്ന, ആധുനികമായ ചികിത്സ എന്ന ഡോക്ടർമാർ, സ്റ്റാഫ്, അത് ആവശ്യത്തിനുള്ള മരുന്ന് അത്രയും ഇതെല്ലാം ഒരുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പത്തനാപുരത്തെ ആശുപത്രികൾ. PHCക്ക് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സബ് സെൻ്ററുകൾ, തകർന്നു പൊളിഞ്ഞു കിടന്ന സബ് സെൻ്ററുകളിൽ നിന്നും വാടക കെട്ടിടങ്ങളിലും കടയുടെ വരാന്തയിലും പ്രവർത്തിക്കുന്ന സബ് സെൻ്ററുകൾ ഇന്ന് സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് മാറി. ഇനി പട്ടാഴി വടക്കേക്കരയിൽ 2 സബ് സെൻ്റർ കൂടി വരുന്നു. ഒരെണ്ണം പൂർത്തിയായി. പട്ടാഴിയിൽ 2 സബ് സെൻ്റർ കൂടി MLA ഫണ്ടിൽ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ്. അങ്ങനെ ആരോഗ്യരംഗത്ത് ഒരു പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സബ് സെൻ്ററുകളും വലിയൊരു മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിൽ ജനുവരി മാസത്തിൽ നമ്മൾ പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് മുഖ്യമന്ത്രി തറക്കല്ലിടും. 97 കോടി രൂപയുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത്, ഏറ്റവും ആകർഷണീയമായ സ്ഥലത്ത് മഞ്ചള്ളൂരിൽ ആശുപത്രി ഉയരും. അതിൻ്റെ നിർമ്മാണം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരിയിൽ പണി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾക്കൊപ്പം നമ്മുടെ ആശുപത്രികൾ നിങ്ങൾക്ക് പരിശോധിക്കാം. നമ്മുടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ആശുപത്രികൾ വളരെ വൃത്തിയോടെ, വെടിപ്പോടെ നിർമ്മിച്ച ആ പുതുമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളിൽ അവിടുത്തെ സ്റ്റാഫിനെയും അവിടെ എത്തുന്ന പേഷ്യൻസിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ദൃശ്യസത്യങ്ങളായി ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്ന വികസന കാഴ്ചകൾക്കെല്ലാം അപ്പുറം
പത്തനാപുരത്തിന്റെ ജനനായകൻ ശ്രീ KB ഗണേഷ് കുമാർ MLA വിഭാവനം ചെയ്ത ഒരു സ്വപ്ന പദ്ധതി കൂടിയുണ്ട്. കല്ലടയാറിന്റെ തീരത്തെ വശ്യസുന്ദരമായ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് എക്കാലവും മാതൃകയാകുന്ന ഒരു താലൂക്ക് ആശുപത്രി. 100 കോടിയോളം രൂപ ചെലവഴിച്ച് എല്ലാ ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടും കൂടി 6 നില മന്ദിരത്തിൽ പത്തനാപുരം താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അന്തിമാനുമതി നൽകുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. ആഴ്ചകൾക്കുള്ളിൽ ഈ അഭിമാന പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുന്നതോടെ രാജ്യത്തിന്റെ ആരോഗ്യ ഭൂപടത്തിൽ അതുല്യമായൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് നമ്മുടെ പത്തനാപുരം. പുരോഗതിയുടെ നൂതന ചക്രവാളങ്ങളിലേക്കുള്ള കർമ്മയാത്രയിൽ നമുക്കൊരുമിച്ച് കരം കോർത്ത് മുന്നേറാം.